He's crossing our borders. Yes, load your guns and be very vigilant. An attack is suspected at any moment. No, I think they have already started bombing. What a disgusting stench. I'm sure they're determined to defeat us this time. What? Don't you understand? They've invented atom bombs with deadly stench. Oh, darling, are you sleeping? Wake up, honey. Honey, Oh no, please don't shoot me. it's me, darling. Oh, sweetheart, was it you? What a loud snoring it was. I could hear it from afar. Did I break your sleep? Never, sweetie. I was really dreaming about we winning the war. Your dream will definitely come true. Our force will for sure protect this holy bunker at any cost. വേദി 5 ശംഖുമുഖത്ത് ഇംഗ്ലീഷ് കിറ്റിലെ മത്സരാർത്ഥികളാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ കളർഫുൾ മത്സരാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് മത്സരം? എന്തായിരുന്നു? നന്നായിരുന്നു. നന്നായി ചെയ്തു, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തു. എന്തായിരുന്നു നിങ്ങളെ വിഷയം? എന്തായിരുന്നു? ഗ്ലോബൽ പൊളിറ്റിക്സ്. എവിടെ നിങ്ങളെ സ്കൂൾ എവിടെയാണ്? ഇരിട്ടിയില് സെന്റ് മേരീസ് HSS അടൂരിന്നാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് തൃശ്ശൂർ കലോത്സവം വൈബ്? നമ്മള് പട്ടാളക്കാരാണ്, സോൾജേഴ്സ്. രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു യുദ്ധമൊക്കെ വരുമ്പോൾ അതാണ് നമ്മുടെ യൂണിഫോമാണ്. ഈ ഒരു തീം എടുക്കാനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അത് നമ്മൾ സ്കിറ്റിന്റെ അവസാനം ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഞാനൊരു ഡയലോഗ് പറയുന്നുണ്ട്, മിയർ ഷിറ്റ് ക്യാൻ ഔട്ട് ബ്രേക്ക് എ വേൾഡ് വാർ. അപ്പം ആ ഡയലോഗിൽ തന്നെ സ്കിറ്റിന്റെ വോൾ കണ്ടന്റ് ഉണ്ട്. ചെറിയ കാരണങ്ങൾ കൊണ്ട് വലിയ യോഗയുദ്ധങ്ങൾ, അതായത് അപ്പത്തിന് കുഴിയെണ്ണീല, അങ്ങനത്തെ കാരണങ്ങളാൽ വലിയ യുദ്ധമൊക്കെ ഉണ്ടാകും. പിന്നെ ഗ്ലോബലി റെലവെന്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ്. പിന്നെ രാഷ്ട്രീയത്തെയും ഭരണകൂടത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ആക്ഷേപഹാസ്യം പോലത്തെ ഒരു ഭയങ്കര കളർഫുള്ളാണ്. പിന്നെ ഒരു പട്ടാളക്കാരുടെ ഇതല്ല, നമുക്കിനി തൊപ്പിയും തോക്കൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കളർഫുള്ളായിട്ട് ജിനോ സാറിൻ്റെ ഐഡിയ ആണ് ഇതെല്ലാം. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു.